ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷോന്റെ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്നത്തെ പോലെ ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തന്നെ നമ്മുടെ അനാലിസിസ് തുടങ്ങാം. ഇപ്പം നിഫ്റ്റി ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, ഈ നിഫ്റ്റിയിൽ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിന്റെ ടാർഗറ്റ് ഞാൻ പറയുകയുണ്ടായി, ഒരു ഹെഡ് മുതൽ ഇതിന്റെ നെക്ക് ലൈൻ വരെ എടുക്കുകയാണെങ്കിൽ 5% ആണ്. അപ്പോൾ ഇവിടുന്ന് ഈ ലെവലിൽ നിന്ന് ഒരു 5% മൂവ്, അതായത് 25,600 ഓർ 500 ലെവൽ, അതുവരെ ആയിരിക്കും നിഫ്റ്റിന്റെ ടാർഗറ്റ് ആസ് പെർ ദിസ് പാറ്റേൺ. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടും കിട്ടിയിട്ടുണ്ട്. സോ അതൊരു വളരെ ബുള്ളിഷായ ഒരു സൈനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, നിഫ്റ്റിയിൽ ഹയർ ലോ ഫോർമേഷൻ വരുന്നുണ്ട്. അതായത് ഈ ഒരു ലോന് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലോ ആണ്. അതായത് ഈ ഒരു ലോനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഹയർ ആണ്. പക്ഷെ അത് എപ്പോഴാണ് കൺഫേം ആവുന്നത്? അത് കൺഫേം ആവുന്നത് ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹയർ ലോ ഫോർമേഷൻ വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഞാൻ പറയുകയുണ്ട്, സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ഇൻഡെക്സസ് നിഫ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം ബുള്ളിഷാണ്. അപ്പോൾ ആ ഒരു മൂവ് സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പിൽ ഇന്നും സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ചാർട്ട് പരിശോധിക്കുമ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു മൂവ് നിഫ്റ്റിയിൽ വന്നിട്ടില്ല. പക്ഷെ ആ ഒരു മൂവ് നിഫ്റ്റിയിൽ വരികയാണെങ്കിൽ നിഫ്റ്റി വളരെയധികം ഒരു എക്സ്ട്രീംലി ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ നമുക്ക് കാണാൻ പറ്റും ഒരു ദിവസങ്ങളിൽ. അപ്പോൾ ആ ഒരു മൂവ് നിഫ്റ്റിയിൽ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിലേക്ക് പോകാം. സോ CNX സ്മോൾ 400, റൈറ്റ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതുപോലെ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഇന്നലെ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നോക്കൂ, ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് ആണ്. ഈ ഒരു ഏരിയ ഉണ്ടോ, ഇതിനെ വിൻഡോ സപ്പോർട്ട് എന്ന് വിളിക്കും. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബുള്ളിഷ് വിൻഡോ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നിഫ്റ്റി അത് വന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതായത് നിഫ്റ്റി ആ ഒരു സപ്പോർട്ട് ലെവൽ അധികം ബൗൺസ് ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ അതിന് താഴെ ക്ലോസ് ചെയ്തിട്ടാണ് നമുക്ക് ബൗൺസ് വന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് ലെവലിലേക്ക് ഒന്ന് ടച്ച് ചെയ്യാൻ പോലും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് 400 ഇൻഡെക്സ് നോക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം വളരെയധികം ബുള്ളിഷ് ആൻഡ് സ്ട്രോങ് ആണ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആസ് കമ്പയർ ടു നിഫ്റ്റി. അതുപോലെ തന്നെ ഈ ഒരു വീണ്ടും ഒരു ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ടു ദ ഹയർ സൈഡ്, അതും വളരെയധികം ബുള്ളിഷ് ആണ്. അതുപോലെ ഇങ്ങനത്തെ ഗ്യാപ്പുകളെ നമ്മൾ ബ്രേക്ക് അവേ ഗ്യാപ്സ് എന്ന് പറയും. അതായത് ഒരു ട്രെൻഡ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനത്തെ ബ്രേക്ക് അവേ ഗ്യാപ്സ് കൂടുതൽ വരിക. അപ്പോൾ ഈ ഒരു ഗ്യാപ്പും കൂടെ സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് 2 ബ്രേക്ക് അവേ ഗ്യാപ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുള്ളിഷ് സൈനാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ലെവലിൽ എങ്ങനെ നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 400 ഇൻഡെക്സ് എങ്ങനെ ഈ ഒരു ലെവലിനെ കാണുന്നു, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ഈ ഒരു ഏരിയയിൽ എങ്ങനെ ഇരിക്കുന്നു നോക്കിയിട്ടായിരിക്കണം നമ്മുടെ അടുത്ത ട്രേഡിംഗ് പ്ലാൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ബെസ്റ്റ് തിങ് എന്താണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇവിടെ നേരെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരാഴ്ച കൺസോൾട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു പോസിറ്റീവ് മൊമെൻറ്റം ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാതെ സ്ട്രെയിറ്റ് അപ്പ് നമുക്കൊരു മൂവ് ഇങ്ങനെ സ്ട്രെയിറ്റ് അപ്പ് പോവുകയാണെങ്കിൽ ഇത് തിരിച്ച് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ബ്രേക്ക് ഡൗൺ വരാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ഫേക്ക് ഔട്ടിന് പകരം ബെസ്റ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺസ്ട്രക്റ്റീവ് ആണ് പ്രൈസ് ആക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻ 400. പക്ഷേ എനിവേ നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അത് വളരെ കൺസ്ട്രക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ്, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഹിയർ. ഇനി നമുക്ക് നേരെ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകാം. ഇപ്പം ഞാൻ പറയുകയുണ്ടായി, പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബൌട്ട് 20 MA അത് November 13th ഒരു ഓവർ സോൾഡ് സോണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സ്ട്രെയിറ്റ് അപ്പ് മൂവ് ആണ്. ഞാൻ പല വീഡിയോയിൽ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വളരെയധികം ഓവർ സോൾഡ് സോൺ നമുക്ക് നല്ല മൂവ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് നേരെ മുകളിലെത്തി ഇപ്പോൾ 78% ആയി. ഇപ്പോൾ 78% ഓഫ് സ്റ്റോക്സ് ആർ അബൌട്ട് 20 MA. അതായത് ഇവിടെ വെറും 13% ഉണ്ടായിട്ട് എടുത്ത് November 13th ഇപ്പോൾ അത് 78% സ്റ്റോക്സും അതിൻ്റെ 20 MAക്ക് മുകളിലാണ്. ഇപ്പോൾ ഒരു 78 മേ ബി 75 to 80 ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ ഇതൊരു ഓവർ ബോട്ട് സോണിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ചെറിയൊരു കറക്ഷനോ അല്ലെങ്കിൽ ചെറിയൊരു
ബെയറിഷ് പ്രൈസ് ആക്ഷൻ ബാക്കി എല്ലാ സ്റ്റോക്സിലും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ സ്റ്റോക്സ് ട്രേഡ് എടുത്ത ആൾക്കാരാണെങ്കിൽ ഇവർക്കൊക്കെ ഒരുപാട് നല്ല പ്രോഫിറ്റ് കുഷൻ ഉണ്ടാവും. അപ്പോൾ അവർ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ട്രെയിലൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രെയിൽ ചെയ്യുക. ചെറിയൊരു മൂവ് ശേഷം തിരിച്ചൊരു മൂവ് വരുമ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് ഒരു ലീഡിങ് സ്റ്റോക്കാണ്, ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം പവർഫുൾ ആയിട്ട് അത് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഒരിക്കലും ഇവിടെ എത്തി എന്നുള്ള അല്ലെങ്കിൽ ഓവർ ബോട്ട് സോണിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിറ്റ് കളയരുത്. പക്ഷേ നിങ്ങൾ ചെറിയ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ട് അതിന് കൂടുതൽ സമയത്തേക്ക് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അഥവാ നല്ലൊരു മൂവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ കേസ് ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. സ്റ്റോക്സ് അബൌട്ട് 250 MA അത് ഓൺലി 60% അടുത്തേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടുന്ന് ഇതിനും ഒരു 80% വരെ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അതും വളരെയധികം ബുള്ളിഷ് ആയിരിക്കും. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം ഈ ഒരു മൂവ് അങ്ങോട്ട് വരട്ടെ. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ ട്രേഡ് എടുത്ത ആൾക്കാർക്ക് ഇതൊരു 80% എത്തുമ്പോഴേക്കും വളരെയധികം ബിഗർ പ്രോഫിറ്റ്സിലേക്ക് അവരുടെ പ്രോഫിറ്റ്സ് കൺവേർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു ഏരിയയിലേക്ക് പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇവിടെ നോക്കൂ 80% ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ 80% ലെവൽ നോക്കൂ, ഇവിടെ നോക്കൂ 79% വീണ്ടും ഒരു സെൽ ഓഫ്, വീണ്ടും 81% ഹ്യൂജ് സെൽ ഓഫ്, വീണ്ടും 80% ഹ്യൂജ് സെൽ ഓഫ്, പിന്നെ അത് താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഓവർ ബോട്ട് സോണാണ്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഒരു കറക്ഷൻ വരാൻ